അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഞാനിവിടെ സംസാരിക്കുന്ന വിഷയം നോമ്പിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് സഹീഹ് മുസ്ലിമിൽ നിന്ന് റിപ്പോർട്ട് ചെയ്ത ഖുദ്സിയായ ഒരു ഹദീസാണ്. ഖുദ്സ് എന്നത് അറബിയിൽ വിശുദ്ധി അല്ലെങ്കിൽ പരിശുദ്ധി എന്നാണ് അർത്ഥം. ഖുദ്സിയായ ഹദീസ് എന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹു പറയുന്നു എന്ന് പറഞ്ഞ് നമുക്ക് അറിയിച്ചു തന്ന ഹദീസുകളാണ് ഖുദ്സിയായ ഹദീസുകൾ. അള്ളാഹുവിൻ്റെ വാക്കുകളാണ് ഖുദ്സിയായ ഹദീസുകളിൽ ഉള്ളത്. അൻ അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു ഖാൽ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം ചെയ്യുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖാല അല്ലാഹു അസ്സ വജൽ കുല്ലു അമലിൻ ഇബ്നു ആദം ലഹു. ആദമിൻ്റെ മകൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും അവനുള്ളതാണ്. ഇല്ല സിയാമ, നോമ്പൊഴുകി. ഹുവ ലീ, അത് നോമ്പ് അത് എനിക്കുള്ളതാണ്. നോമ്പ് അത് എനിക്കുള്ളതാണ്. വ അന അജ്സി ബിഹി, ഞാനാണ് നോമ്പിന് പ്രതിഫലം നൽകുന്നത്. കുല്ലു അമലിൻ ഇബ്നു ആദം ലഹു, മനുഷ്യന്റെ എല്ലാ പ്രവർത്തനങ്ങളും അവനുള്ളതാണ് എന്നതിൻ്റെ അർത്ഥം നമസ്കാരം, സക്കാത്ത്, ഹജ്ജ്, ദാനധർമ്മങ്ങൾ തുടങ്ങിയവ പുറത്തുനിന്ന് കാണാൻ സാധിക്കുന്ന പ്രകടമായ ഇബാദത്തുകളാണ്. ഈ ഇബാദത്തുകളിൽ പ്രദർശനം അഥവാ മറ്റുള്ളവർ കാണട്ടെ, മറ്റുള്ളവർ എന്നെക്കുറിച്ച് നല്ലത് ചിന്തിക്കട്ടെ എന്ന വിചാരം മനുഷ്യനിൽ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അതായത് നമസ്കാരത്തിൻ്റെയും സക്കാത്തിൻ്റെയും ദാനധർമ്മങ്ങളുടെയും കാര്യത്തിൽ ഇഖ്ലാസോടുകൂടി ചെയ്യുമ്പോൾ മാത്രമേ പ്രതിഫലം ലഭിക്കുന്നുള്ളൂ. അള്ളാഹുവിൻ്റെ പ്രീതി ആഗ്രഹിച്ചുകൊണ്ട് ചെയ്യുമ്പോൾ മാത്രമാണ് അവന് യഥാർത്ഥ പ്രതിഫലം ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് മനുഷ്യൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും അവന് വേണ്ടിയാണെന്ന് പറയുന്നത്. നമ്മുടെ ഓരോ പ്രവൃത്തികളും അള്ളാഹുവിന് വേണ്ടിയാവണം, പ്രദർശനത്തിനും പ്രശംസയ്ക്കും വേണ്ടിയാവരുത്. നമ്മുടെ പ്രവൃത്തികൾ അള്ളാഹുവിനെ തൃപ്തിപ്പെടുത്തുന്നവയായിരിക്കണം. പക്ഷേ നോമ്പിൻ്റെ കാര്യത്തിൽ നോമ്പ് മറ്റാരും കാണാത്ത ഒരു ഇബാദത്താണ്. നോമ്പ് ഒരു അന്തരംഗ ഇബാദത്താണ്. നോമ്പ് എന്നത് ഭക്ഷണം, പാനം, മറ്റു ഇഷ്ടങ്ങൾ എന്നിവ അള്ളാഹുവിന് വേണ്ടി ഉപേക്ഷിക്കുന്ന, അള്ളാഹുവിന് വേണ്ടി ത്യജിക്കുന്ന ഒരു ഇബാദത്താണ്. ഒരു വ്യക്തി ഒറ്റയ്ക്കായിരിക്കുമ്പോൾ ആരും കാണാത്തിടത്ത് ഭക്ഷിക്കാമായിരുന്നു, വെള്ളം കുടിക്കാമായിരുന്നു. പക്ഷെ അവൻ അത് ചെയ്യാതിരിക്കുന്നത് അള്ളാഹുവിനെ ഭയപ്പെടുന്നത് കൊണ്ടും അള്ളാഹുവിനെ സ്നേഹിക്കുന്നത് കൊണ്ടുമാണ്. അതുകൊണ്ട് തന്നെ നോമ്പ് ഒരു അന്തരംഗ ഇബാദത്താണ്. നോമ്പ് യഥാർത്ഥത്തിൽ നോൽക്കുകയാണോ എന്നത് അള്ളാഹുവിനും ആ വ്യക്തിക്കും മാത്രം അറിയാം. അപ്പോൾ നോമ്പ് ഇഖ്ലാസോടുകൂടി നിഷ്കളങ്കതയോട് ചെയ്യുന്ന ഒരു ഇബാദത്താണ്. നോമ്പ് തഖ്വ അഥവാ അള്ളാഹുവിനോടുള്ള ഭയഭക്തി വളർത്തുന്ന ഒരു ഇബാദത്താണ്. സൂറത്തുൽ ബഖറയിൽ 183-ാമത്തെ ആയത്തിൽ പറയുന്നു, യാ അയ്യുഹല്ലദീന ആമനു കുതിബ അലൈക്കുമുസ്സിയാമ കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ. അല്ലയോ സത്യവിശ്വാസികളെ, നിങ്ങൾക്ക് മുൻപുള്ളവർക്ക് നോമ്പ് നിർബന്ധമാക്കിയതുപോലെ തന്നെയാണ് നിങ്ങൾക്കും നോമ്പ് നിർബന്ധമാക്കിയിരിക്കുന്നത്. അത് നിങ്ങൾക്ക് തഖ്വ കൈവരിക്കുന്നതിന് വേണ്ടിയാണ്. നോമ്പിൻ്റെ പ്രധാന ലക്ഷ്യം തഖ്വയാണ്. അതായത് അള്ളാഹുവിനെ ഭയപ്പെടുകയും തെറ്റുകളിൽ നിന്ന് മാറി നന്മയിലേക്ക് പോവുകയും ചെയ്യുക എന്നതാണ്. അതുകൊണ്ട് തന്നെ അള്ളാഹു പറയുന്നു, ഹുവലീ, നോമ്പ് എനിക്കുള്ളതാണ്. വ അന അജ്സി ബിഹി, ഞാനാണ് അതിന് നോമ്പിന് പ്രതിഫലം നൽകുന്നത്. ഞാനാണ് നോമ്പിന് പ്രതിഫലം നൽകുന്നത് എന്ന് പറയുന്നത്. നോമ്പ് വെറും വിശന്നിരിക്കലല്ല, അത് നമ്മുടെ ഹൃദയം ശുദ്ധീകരിക്കുന്ന ഒരു പരിശീലനമാണ്. അത് നമ്മുടെ നാവിനെയും കണ്ണിനെയും മനസ്സിനെയും നിയന്ത്രിക്കുന്ന ആത്മീയ വിദ്യാലയമാണ്. നോമ്പ് വെറും വിശപ്പും ദാഹവും സഹിക്കുന്ന ഒരു ആരാധന മാത്രമല്ല, അത് മനുഷ്യൻ്റെ ഹൃദയത്തെ ശുദ്ധീകരിക്കുന്ന, ആത്മാവിനെ ഉയർത്തുന്ന, അള്ളാഹുമായുള്ള ബന്ധം ശക്തമാക്കുന്ന ഒരു മഹത്തായ അന്തരംഗ ഇബാദത്താണ്. മറ്റാരും കാണാത്തിടത്തിലും ഒരാൾ ഭക്ഷണം കഴിക്കാതെ നോമ്പ് പാലിക്കുന്നത് അവൻ്റെ ഹൃദയത്തിലുള്ള തഖ്വയുടെ തെളിവാണ്. അതുകൊണ്ട് തന്നെയാണ് അള്ളാഹു പറഞ്ഞത്, അതിന് ഞാനാണ് പ്രതിഫലം നൽകുന്നത്. അതിനാൽ ഈ റമദാനിൽ
നമ്മൾ നോമ്പിൻ്റെ പുറം രൂപം മാത്രമല്ല അതിൻ്റെ ആത്മാവും സംരക്ഷിക്കണം. നമ്മുടെ നാവിനെയും കണ്ണിനെയും ഹൃദയത്തെയും തെറ്റുകളിൽ നിന്ന് കാത്തു സൂക്ഷിച്ച് നോമ്പിൻ്റെ യഥാർത്ഥ അർത്ഥത്തിൽ ഒരു അന്തരംഗ ഇബാദത്താക്കി മാറ്റാൻ നമ്മൾ ശ്രദ്ധിക്കണം. അള്ളാഹു നമ്മളെ എല്ലാവരെയും നോമ്പിൻ്റെ യഥാർത്ഥ ആത്മാവ് മനസ്സിലാക്കി ജീവിക്കാൻ തൗഫീക്ക് നൽകട്ടെ. ആമീൻ.